സിസ്റ്റം. ഇപ്പോഴത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്തെ പോരായ്മ ഞാൻ പറയുന്നത്, അത് മാറ്റണം. എന്നാലേ ഉള്ളൂ നമ്മൾ രക്ഷപ്പെടുത്തുള്ളൂ, നമ്മുടെ രാജ്യം രക്ഷപ്പെടുത്തുള്ളൂ. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. ഇപ്പോൾ ഫയർ എക്സ്റ്റിങ്ക്വിഷർ, ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്കറിയത്തില്ല. ഇപ്പം ഞാൻ ഒരാൾ ബാസ്കറ്റ് കളിക്കാൻ ചെല്ലുന്ന ഇൻഡോർ കോർട്ടുണ്ട്, അവിടെ കുറേ വെച്ചിട്ടുണ്ട് ഫയർ എക്സ്റ്റിങ്ക്വിഷർ. ഇന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒന്നിൻ്റെ നട്ടിളകിയിട്ട് താഴെ കിടപ്പുണ്ട്. ഇതിനകത്ത് വല്ല ഉണ്ടോ എന്ന് പോലും ആർക്കും അറിയത്തില്ല. ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന്. അപ്പം നമ്മൾ ശരിക്കും സ്കൂളിൽ നിന്നാണ് ഇത് പഠിപ്പിക്കണം. അതിന് ഡ്രിൽസ് വേണം. പിന്നെ ഇതുപോലത്തെ ഈ സർക്കാർ സ്ഥാപനങ്ങളുണ്ടല്ലോ, സ്പോർട്സിൻ്റെ ഈ പറഞ്ഞ ഇൻഡോർ കോർട്ടൊക്കെ, അവിടെയും ഡ്രില്ല് വെക്കാം. അങ്ങനെ നമ്മളെ പ്രാക്ടിക്കലായിട്ട് പഠിപ്പിച്ചെങ്കിൽ മാത്രമേ ഇതെടുത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാനായിട്ടാണ് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പം എല്ലാ കാര്യവും പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്ത് മാത്രമേ ഉള്ളൂ നമുക്കത് പിടികിട്ടത്തുള്ളൂ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും. അതുപോലെ CPR. ഇപ്പോൾ CPR കൊടുക്കുമ്പോഴത്തേക്കും ഇത് എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടതെന്നുള്ളത്, ഇപ്പം നെഞ്ചത്ത് പ്രസ് ചെയ്യുവാണല്ലോ വേണ്ടത്, നമുക്ക് അറിയാൻ വേണം നമ്മൾ എന്നാ ചെയ്യും. നമ്മൾ ചെയ്ത് അബദ്ധമായെങ്കിലോ, അപ്പം നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ കൊണ്ട് പഠിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരണം. ഞാൻ 2 ഉദാഹരണമാണ് പറഞ്ഞേക്കുന്നത്. ഇതേപോലത്തെ 1000 രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതെല്ലാം പ്രാക്ടിക്കലായിട്ട് തന്നെ ഡ്രില്ല് ചെയ്ത് പ്രാക്ടിക്കലായിട്ട് തന്നെ ചെയ്ത് പഠിച്ച് ഇറങ്ങുന്ന കുട്ടിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് നോക്കിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ ഓരോന്ന് മാറ്റി മാറ്റി എടുത്ത് നമ്മൾ ചർച്ച ചെയ്തു മനസ്സിലാക്കിയും എങ്ങനെയൊക്കെ മാറ്റണമെന്ന് ആലോചിച്ച് മൊത്തം എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റണം. എങ്കിലേ ഉള്ളൂ നമ്മുടെ ഫ്യൂച്ചർ നല്ല ബ്രൈറ്റ് ആവുള്ളൂ.